أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, നമ്മുടെ ജംഉൽ ജവാമിയുടെ 76ാമത്തെ സബഖത്ത് ആമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഏതൊക്കെയാണ് ആമ ആക്കൂല എന്നുള്ള അഭിപ്രായമൊക്കെയാണല്ലോ പറഞ്ഞത്. വൽ അസഹു, അസഹ് പ്രകാരം പറയാനുള്ളത് തഅമീമു നഅവി ലാ അകൽതു, ലാ അകൽതു പോലത്തത് ആമാക്കും. അപ്പൊ ലാ അകൽതു എന്ന് പറഞ്ഞാൽ അത് ആമാക്കുന്നതാണ്. എന്തിൽ നിന്നുള്ള ലാ അകൽതു? മിൻ ഖൗലിക വല്ലാഹി ലാ അകൽതു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ തിന്നൂല എന്ന നിന്റെ വാക്കിലുള്ള ലാ അകൽതു, ആ ലാ അകൽതു തഅമീമാക്കുന്നതാണ് എന്ന് പറഞ്ഞ ആമാക്കും. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തും. അപ്പോ നെഫിന്റെ അറഫിന്റെ ശേഷം ഫീല് വന്ന ആ മംഫിയായ ഫീലിൽ തഅമീമിനെ ഫായിദൊപ്പിക്കും. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഷാരി പറഞ്ഞു തരികയാണ്. ഫഹുവ, അപ്പോ ലാ അകൽതു എന്ന വാക്ക് അല്ലെങ്കിൽ ആ കലിമ ലി നഫി ജമീഉൽ മഅകൂലാത്തി, ഭക്ഷിക്കപ്പെടുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ ഭക്ഷിക്കപ്പെടുന്നത് മുഴുവത്തിനെയും നഫി ചെയ്യലാണ്. ഞാൻ തിന്നൂല എന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റുന്ന ഒന്നും തിന്നൂല എന്നായി. അപ്പൊ മൗകൂലാത്തിനെ മുഴുവത്തെയും നഫി ചെയ്യുന്നു ലാ അകൽതു. എങ്ങനെ? ബി നഫി ജമീ അഫ്റാദിൽ അഖിലി, തിന്നുക എന്നതിന്റെ അഫ്റാദ് മുഴുവത്തെയും നഫി ചെയ്തു. തിന്നൽ എന്ന് പറയുന്ന പരിപാടിയില്ല. എങ്ങനത്തെ അഖില്? അൽ മുതളമ്മനി, ആ അഖില് തെളിമീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഉൾക്കൊള്ളുന്നതായ അഖില്. അഖില് എന്ന് പറഞ്ഞാൽ തീറ്റാതാണ്. അക്കലയോക്കുലും അക്കല്ലാൻ മസ്തർ. അപ്പോ ഒരു കർമ്മമുണ്ട് അവിടെ, തിന്നുക എന്നൊരു കർമ്മമുണ്ട്. അങ്ങനത്തെ ഒരു കർമ്മത്തിന്റെ ഉള്ളിലുള്ളതായ അഖില്. പിന്നെ അങ്ങനത്തെ അഖില് അൽ മുതഅല്ലിഖ് ബിഹ, മൗകൂലാത്തിനോട് ബന്ധിച്ച്, ഏതൊക്കെ തിന്നാൻ പറ്റുമോ ആ വസ്തുക്കളോട് ബന്ധിച്ചതായ, അല്ലെങ്കിൽ അഖിലിന്റെ ഏതെല്ലാം അഫ്റാദിൽ വരുമോ അത്രയും അഫ്റാദോട് ബന്ധിച്ച. അപ്പൊ അഫ്റാദിനോടോ മൗകൂലാത്തിനോടോ, ഇവിടെ ബിഹാനില്ലിന്റെ തഅല്ലുഖ് മൗകൂലാത്തിനോടും ആക്കാം അഫ്റാദിനോടും ആക്കാം, രണ്ടിനായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർമ്മത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി വരുന്നതായ ഒരു അഖിലുണ്ട്. ആ അഖിലിന്റെ ഏതെല്ലാം അഫ്റാദുണ്ടോ ആ അഫ്റാദിനെ മുഴുവൻ നഫി ചെയ്തു. ആ നഫി ചെയ്യൽ കൊണ്ട് മനസ്സിലാക്കാം മൗകൂലാത്ത് മുഴുവത്തെ നഫി ചെയ്യുക എന്ന്. അപ്പൊ ലാ അകൽതു, ഞാൻ തിന്നുക എന്ന് പറയുമ്പോൾ തിന്നുക എന്ന് പറയുന്ന ഒരു അഫ്റാദ് ഇവിടെ ഇല്ല. അപ്പൊ തീറ്റയുടെ ഏതെല്ലാം അഫ്റാദുണ്ടോ അത് മുഴുവത്തെയും അവിടെ നഫി ചെയ്തു. അതോടൊപ്പം മൗകൂലാത്തിന് നഫി ചെയ്യൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് തഅമീം ഉണ്ടാക്കുക, ആമുകളെ ആമാക്കുക എന്നൊക്കെ പറയുന്നത്. ഖീല, പറയപ്പെടുന്നു. വഇന്ന അകൽതു എന്നുള്ളതും എന്ത് തന്നെയാണ്? തഅമീമാണ് എന്നാ. അവിടെ സർത്തിയാണ് ഇന്ന്. അതിന്റെ ശേഷം ഫീല് വരികയാണെങ്കിൽ ആ മശ്റൂത്തായ ഫീല് അവിടെ എന്തുണ്ട്? തഅമീം ഉണ്ടെന്നാണ് ഖീല. എവിടുത്തെ വഇന്ന അകൽതു ആണത്? വൈൻ അകൽതു ഫസൗജതി ത്വാലിഖുൻ മസലൻ. അതൊരു ഉദാഹരണമായി പറയാം. ഞാൻ വല്ലതും തിന്നുകയാണ് എങ്കിൽ എന്റെ മണവാട്ടി ആ നിമിഷം വിവാഹമോചിതയാണ് എന്നാ. ഇവിടെ വഇൻ അകൽതു എന്ന് പറയുന്ന ഈ ഖൗല് തഅമീമാണ് എന്നാണ്. അതെങ്ങനെ ഖീല പറയും നോക്കാം. ഫഹുവ, അപ്പൊ വഇൻ അകൽതു ഞാൻ തിന്നുകയാണെങ്കിൽ ആണല്ലോ, അത് ലിൽ മൻഇ മിൻ ജമീഇൽ മൗകൂലാത്തി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിന്നാൻ പറ്റുന്ന ഏതെല്ലാം മൗകൂലാത്ത വസ്തുക്കളുണ്ടോ
അത് മുഴുവത്തെ തൊട്ടും ഇവിടെ മൻ ചെയ്യുക, നഫിയല്ല മൻ ആണ്, തടയുകയാണ്. ഞാൻ തിന്നുകയാണെങ്കിൽ എൻ്റെ ഭാര്യ തലാഖുടയവളാണ് എന്നാ പറയുന്നത്. അപ്പോൾ തിന്നലിനെ തടയുന്നു. തിന്നലിനെയല്ല, തിന്നപ്പെടുന്ന ഏതെല്ലാം വസ്തുണ്ടോ അത് മുഴുവത്തെയും തടയാനുള്ളതാണ്. അപ്പോ ആമാക്കി, ആമാകുമ്പോൾ മൗകൂലാത്തിൽ നിന്ന് ചിലതിനെ തഖ്സീസാക്കാൻ പറ്റും. ഒരാമുണ്ടാകുമ്പോഴല്ലേ തഖ്സീസ് ഉണ്ടാകുള്ളൂ. ഫിൽ മസ്അലതൈനി, രണ്ട് മസ്അലയിലും, ലാ അക്കൽതു എന്ന് പറയുന്ന മൻഫിയായ അക്കൽത്തൂലും വൈൻ അക്കൽതു എന്ന ഷർത്തിന്റെ ശമെന്ന മശ്റൂത്തിലും, ഈ നഫി ഷർത്ത് ഇവ രണ്ടിലും ഇതാണ് രണ്ട് മസ്അല. ഈ രണ്ട് മസ്അലയിലും ചിലതിനെ തഖ്സീസാക്കാം. എന്തുകൊണ്ട്? ബിന്നിയത്തി, കരുത്തുകൊണ്ട് തന്നെ. ഞാൻ തിന്നൂല, ഞാൻ തിന്നുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ തിന്നൂല എന്ന് പറഞ്ഞാൽ ചിലത് എന്നും കരുതി. ചിലത് ഞാൻ തിന്നൂല, ഞാൻ തിന്നുകയാണെങ്കിൽ അപ്പൊ ചിലതിന് ഞാൻ തിന്നുന്നില്ല, തടയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കരുത്തുകൊണ്ട് രണ്ട് മസ്അലയിലും മൗകൂലാത്തിൽ നിന്ന് ചിലതിനെ തഖ്സീസാക്കാൻ പറ്റും. വയുസദ്ദഖു ബി ഇറാദത്തിഹി, തഖ്സീസാക്കുമ്പോൾ ആ തഖ്സീസാക്കുന്ന അവിടെ ഉദ്ദേശം ഏതോ അതിൽ വാസ്തവാക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഇന്നത് ഞാൻ തിന്നൂല, ഇന്നത് ഞാൻ തിന്നാൽ എന്നൊക്കെയാണ്. അപ്പോ ലാക്കൽത്തു എന്നതിലും വൈൻ അക്കൽത്തു എന്നതിൽ താമീമുണ്ട് എന്നാണ്. ലാക്കൽത്തു എന്നതിൽ അഭിപ്രായമുണ്ട്, അസ്വഖ താമീമുണ്ട്. വൈൻ അക്കൽത്തു എന്നുള്ളിടത്ത് ഖീലയുമായി പറയുന്നു. വഖാല അബു ഹനീഫ, എന്നാൽ ഇമാം അബു ഹനീഫ തങ്ങൾ പറയുന്നു ലാ തഅമീമ ഫീഹിമാ, അവൻ ലാ അക്കൽത്തു എന്നുള്ളിടത്തും വൈൻ അക്കൽത്തു എന്നുള്ളിടത്തും ഖിലാഫുള്ള ആള് ഇമാം അബു ഹനീഫ തങ്ങളാണെന്ന് ഷാരിഖ് പറയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇമാം അബു ഹനീഫ തങ്ങൾ പറയുന്ന ഈ രണ്ട് മസ്അലയിൽ തഅമീമേ ഇല്ല എന്നാണ്. തഅമീമില്ലെങ്കിൽ വലാ യസിഖു തഖ്സീസു ബിന്നിയത്തി, അപ്പൊ പിന്നെ കരുത്തുകൊണ്ട് തഖ്സീസാക്കുക എന്നുള്ളത് ശരിയാവുകയും ഇല്ല. ഇങ്ങനെയാണ് ഇമാം അബു ഹനീഫ തങ്ങളുടെ പക്ഷം. മൂപ്പരതിന് പറയുന്ന ഇല്ലത്ത് കാരണം എന്താ? ലിഅന്നൻ നഫിയ, ലാ അക്കൽതു എന്നുള്ളടത്തെ നഫിയും വൈൻ അക്കൽതു എന്നുള്ളടത്തെ വൽ മൻഅട മൻഉണ്ട്, ഇത് രണ്ടും ഈ ഹഖീഖത്തിൽ അക്കില്, തിന്നുക എന്ന് പറയുന്ന ഹഖീഖത്തിനുള്ളതാണ്. അവിടെ തിന്നൽ എന്ന് പറയുന്ന ഹഖീഖത്ത് നഫി ചെയ്തു, ലാ അക്കൽതു, ഞാൻ തിന്നുന്ന എല്ലാതാണ്. വൈൻ അക്കൽതു എന്നുള്ളടത്ത് തിന്നുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ അക്കലിന്റെ ഹഖീഖത്തിനെ മാറ്റുകയാണ്, തടയാണ്. ഈ പറയപ്പെട്ടതിൽ നിന്ന് ലാസിമായാൽ എന്ത്? അന്നബിയു വൽ മൻഊലി ജമീൽ മഅ്കൂലാത്തി, ലാ അക്കൽതു എന്നതിലെ നഫിയും വൈൻ അക്കൽതു എന്നതിലെ മൻഉം, ഇത് രണ്ടും എല്ലാ മഅ്കൂലാത്തിനെയും നഫി ചെയ്യുന്നു, മൻഉ ചെയ്യുന്നു എന്നത് ഹഖീഖത്തിലൂടെയല്ല. അത് അതിനാൽ ലാസിമായി വരികയാണ് എങ്കിലും ഹഖീഖത്തുൽ അഖിലിനെ മൻഉ ചെയ്യാൻ നഫി ചെയ്യാനുള്ളതുമാണ് ലാ അക്കൽതു വഇൻ അക്കൽതു എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ, ലാസിമായി വരുമ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് മൗകൂലാത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് അവൻ ചെയ്താൽ എന്തായി? സത്യത്തിൽ ഭയക്കുന്ന ആളായി. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ തിന്നൂല എന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ, ഒരു തീറ്റ നടന്നാൽ, ഒരു മൗകൂലാത്തെടുത്ത് നിന്നാൽ എന്തായി? അവിടെ സത്യത്തിൽ ഭയച്ചു. ഞാൻ തിന്നാൽ എന്റെ ഭാര്യ തലാഖുടയവളാണെന്ന് പറഞ്ഞു. തിന്നാൽ അവൻ മറ്റ് ചെയ്യാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് തിന്നാലോ, അപ്പൊ അവിടെ എന്തായി? മറ്റുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഭയക്കാം എന്ന കാര്യത്തിൽ ഇത്തിഫാക്കിന് ആർക്കും തർക്കമില്ല, അവിടെ ഇത്തിഫാക്ക് തന്നെയാണ്. അപ്പോ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഈ വിഷയത്തിൽ എതിരാണ്. മുസന്നിഫ് അവറുകളും നമ്മളൊക്കെ പറയും ടൈമി ഉണ്ട്, ലാ അക്കൽതു എന്നാണ്. വൈൻ അക്കൽതു എന്നുള്ളത് ഖീലയുമായിട്ടാണ് പറയുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാറുണ്ട്. ഷാരി പറയാണ് വൈന്നമ അബ്ബറൽ മുസന്നിഫ് ബി താരിയത്തി, രണ്ടാമത്തെ മസ്അല പറഞ്ഞെടുത്ത് അഥവാ വൈൻ അക്കൽതു എന്ന് പറഞ്ഞെടുത്ത് അവിടത്തിൽ മുസന്നിഫ് ഇബാറത്തിട്ടതിന്റെ ഖീല എന്നത് കൊണ്ടാണ്.
അലാ ഖിലാഫി തസ്വിയത്തി ബിൽ ഹാജിബി വൈരി ബൈനഹുമാ. ലാക്കൽത്തു എന്നതിൻ്റെയും വൈനക്കൽത്തു എന്നതിന് ഇത് രണ്ടിനും ഇടയിൽ ഇബ്നു ഹാജിമും അല്ലാത്തവർ സമമായി കണ്ടിട്ടുണ്ട്. ആ സമമായതിനോട് എതിരാവുക എന്ന നിലയിൽ മുസന്നിഫ് അവർ ഇട്ടത് അവിടെ ഖീല എന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ അവിടെ ഖീല അല്ലല്ലോ പറയേണ്ടത്. കാരണം ഇബ്നു ഹാജിമും അല്ലാത്തവരും ലാക്കൽത്തു എന്നതിൻ്റെയും വൈനക്കൽത്തു എന്നതിന് തസ്വിയത്താ പറയുന്നത്. ആ തസ്വിയത്താക്കുമ്പോൾ അതിന് എതിരാവുക എന്ന നിലക്ക് പറയേണ്ടിടത്ത് ഖീല കൊണ്ടിട്ടു. അപ്പൊ മുഖാലഫത്തൽ ഇബ്നുൽ ഹാജിബി വൈരിഹി എന്ന് പറയണം. കാരണം ഇബ്നു ഹാജിബു അല്ലാത്തവർ തസ്വിയത്ത് ഇട്ടിട്ടുണ്ട്, ഇവിടെ തസ്വിയത്ത് അല്ലതാണ്. അപ്പൊ അവർക്ക് എതിരായിട്ട് പോവുകയാണ് എങ്കിൽ അങ്ങനെ പറയേണ്ടത്. അപ്പൊ മുഖാലഫത്ത് വേണ്ടിടത്ത് ഖീല ഇട്ടു. അങ്ങനെ പറയാൻ കാരണം ലിമാ ഫഹിമഹു, മുസന്നിഫ് മനസ്സിലാക്കിയെടുത്ത ഒന്നിന് വേണ്ടി. എന്താ മുസന്നിഫ് മനസ്സിലാക്കിയത്? മിൻ അന്ന ഉമൂമൻ നക്കിറത്തി ഫി സിയാഖി ശർത്തി, ഷർത്തിന്റെ പിറകിൽ വരുന്ന നക്കിറിയ ഒരു നക്കിറ, ആ നക്കിറയുടെ ഉമൂമ് ബദലിയായിരിക്കും, ഷുമൂലിയല്ല എന്നാണ് മുസന്നിഫ് അവറുകൾ മനസ്സിലാക്കിയത്. അപ്പൊ ഷുമൂലിയല്ല ബദലിയാണെന്ന് വരുമ്പോൾ അവിടെ തീരണം. ആ നിലക്കാണ് കമാ തഖദ്ദമ അൻഹു, മുസന്നിഫിനെ തൊട്ട് അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ. എന്നാൽ ഷാരി പറയുന്നത് ഒലൈസൽ അംറു കമാ ഫഹിമ, മുസന്നിഫ് അവറുകൾ മനസ്സിലാക്കിയത് പോലെയല്ല കാര്യം. ദാഇമൻ, ഒരിക്കലും അങ്ങനെയല്ല, എന്നും അങ്ങനെ തന്നെയല്ല. എന്താ കാരണം? ലിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞു പോയ ഒന്നിന് വേണ്ടി. എന്താണ് ആ ഒന്ന്? മിൻ മജീഹാലി ഷുമൂലി എന്നാണ്. ഷർത്തിന്റെ ബാക്കിൽ വരുന്ന നക്കിറയ ഇസ്മിന്റെ ഉമൂമ് ഷുമൂലിയാണ്, ബദലിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണം വെച്ച് നോക്കുമ്പോൾ മുസന്നിഫ് അവറുകൾ മനസ്സിലാക്കിയെടുത്തത് പോലെയല്ല കാര്യം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞു. അപ്പൊ ആമാകുന്ന രീതിയും ഇല്ലാത്ത അഭിപ്രായമൊക്കെ പറഞ്ഞു. ലൽ മുഖ്തളി, മുഖ്തളി അല്ല, മുഖ്തളി ആമല്ല. ഇവിടെ മുഖ്തള എന്നല്ല വായിക്കണം, മുഖ്തളി എന്ന വായിക്കണം. ബി കെസിന് ലാദി, ലാദിന് കെസിർ കൊടുത്തിട്ട് അൽ മുഖ്തളീന. എന്താണ് ഈ മുഖ്തളി എന്ന് പറഞ്ഞാൽ? അത് ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? ലാ യസ്തഖീമു മിനൽ കലാമി, കലാമിൽ നിന്ന് ആ ഒന്ന് ചൊവ്വാവുകയില്ല. എന്തുകൊണ്ടല്ലാതെ? ഇല്ലാ ബി തഖ്ദീരി അഹദി ഉമൂരി, ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സങ്കല്പിക്കൽ കൊണ്ടല്ലാതെ കലാമിൽ നിന്ന് ഒന്ന് ചൊവ്വായി വരികയില്ല. അങ്ങനത്തെ ഒന്നിനെ കൊണ്ടാണ് മുഖ്തളി എന്ന് പറയാ. തേടുന്നത് അപ്പൊ അതിന്റെ അർത്ഥമുള്ളൂ. വിസമ്മ, അതിൽ ഒന്നിന് പറയപ്പെടുന്ന പേര് മുഖ്തള എന്ന് പറയും. ഏതെങ്കിലും ഒന്നിനെ സങ്കല്പിച്ചിട്ട് അതിൽ നിന്ന് കലാമ് ശരിയായി വരാത്തത് മുഖ്തളി. ആ സങ്കല്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നുണ്ടല്ലോ, ആ ഒന്നിന്റെ പേര് മുഖ്തള. ബി ഫത്തിൽ ലാദി, ലാദിന് ഫത്ത് കൊടുത്തിട്ട് മുഖ്തള എന്ന് വായിക്കണം. കാരണം ഇന്നഹു, ഈ മുഖ്തളി എന്ന് പറയുന്ന സാധനം, ഒരു കാര്യം പറയുമ്പോൾ കലാമെന്ന് മനസ്സിലാക്കിയിട്ട് അത് തേടുന്നത് നമ്മൾ പറയലുണ്ട്. അതാണ് മുഖ്തളി. ആ മുഖ്തളി ലാ യഉമ്മു ജമീഅഹ, ആ മുഖ്തളി പറയുമ്പോൾ അതെന്താക്കൂല, അതിന്റെ ഏതെല്ലാം ഉണ്ടോ അത് മുഴുവത്തെയും അത് ആമാക്കൂല. അപ്പൊ അത് ആമല്ല. എന്താ ആമാക്കാത്തത്? ലിന്ദിബായിൽ ളറൂറത്തി ബിഅഹദിഹ, ആ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ടുള്ള ളറൂറത്ത് ഇവിടെ ഇല്ലാതെയായി. ആ ഇല്ലാതെയായി വരുമ്പോൾ അവിടെ എന്തുണ്ടാവൂല, അതൊക്കെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇല്ല. അപ്പൊ ആമില്ല. വയകൂനു, പിന്നെ അവിടെ പറയാനുള്ളത് ആ വഹദുണ്ടല്ല, ഏതിലൊന്ന് സങ്കല്പിച്ചെടുത്ത ഒന്നാവും. മുജ്മലൻ, അതെന്താവും? മുജ്മലായി മാറും. ബൈനഹ, ആ കാര്യങ്ങൾക്ക് ഇടയിൽ ഒരു അവ്യക്തത ഉണ്ടാവും. അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, മുജ്മലായി നിൽക്കും. എങ്ങനത്തെ മുജ്മല്? ബിൽ ഖരീനത്തി, ആ മുജ്മൽ അവസാനം ആ ഒന്നെന്തായി മാറും? വ്യക്തമായി വരും. ബിൽ ഖരീനത്തി, ദലീലത്ത് കൊണ്ട്. അവിടെ എന്തെങ്കിലും ഖരീനത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കാം ഇന്നതാണ് എന്ന്. അപ്പൊ ഖരീനത്ത് ഇല്ല എങ്കിൽ വ്യക്തമാവാൻ നിൽക്കുന്ന മുജ്മലായി നിൽക്കുന്ന ഒന്നായിട്ട് മാറും. വക്കീല, എന്നാൽ അവിടെ മുഖ്തളി ആക്കൂല എന്ന് പറഞ്ഞെങ്കിൽ
കീല പറയുക അതിന്റെ ഏതെല്ലാം അഫ്രാദുണ്ടോ അത് മുഴുവത്തിന് അത് ഉൾപ്പെടുത്തുക ചെയ്യും എന്നാണ് കീല പറയുന്നത്. അങ്ങനെ കീല പറയാൻ കാരണം ഹദറമിൽ ഇജ്മാലി അവിടെ ഇജ്മാലാക്കുക മുജ്മലാക്കുക എന്നൊരു പേടി അവിടെ ഉണ്ട്. മുജ്മലാവുന്നാണല്ലോ പറഞ്ഞത്. ആ മുജ്മലാക്കൽ എന്താണ്? ഭയന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തും എന്ന് പറയുന്നത്. മിസാലുഹു ഈ പറഞ്ഞതിന്റെ ഹദീസ് നോക്കാം. ഹദീസ് മുസ്നദി അഖി ആസിം, ആസിമിന്റെ സഹോദരനായ മുസ്നദ് എന്നോട് ഹദീസ് അല്ലാത്തി ഹദീസ് ശേഷം വരുന്നുണ്ട്. എവിടെ? ഫീ മബ്ഹസിൽ മുജ്മൽ, മുജ്മൽ എന്താണ് എന്ന് ചർച്ച വരുന്നിടത്ത് ഈ ഹദീസ് വരുന്നുണ്ട്. ആ ഹദീസ് അതിന് ഉദാഹരണമാക്കാം. എന്താണ് ഹദീസ്? റുഫിയാൻ ഉമ്മത്തി അൽ ഖത്തു വൻ നിസ്യാൻ, എന്റെ സമുദായത്തെ തൊട്ട് പിഴവ് മറവി ഇത് രണ്ടിനെയും ഉയർത്തപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത്. അത് എന്താണെന്ന് മനസ്സിലായില്ല. ഖത്ഉം നിസ്യാനും ഉയർത്തപ്പെട്ടു. ഇവിടെ ഇതിന്റെ മുഖ്തദിപ്പ് എന്താക്കൂല? ആമാക്കൂല, ആക്കും എന്നാണ് പറയുന്നത്. നോക്കുക, ഫലി ഹിബ ഈ ഖത്ഉ നിസ്യാന് ചില ഇമാമികളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. പിഴവ് മറവി എന്ന കാര്യം സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചതിന് വേണ്ടി ലാ യസ്തഖീമുൽ കലാമു, നാബിനെ കൊണ്ടുവരുന്ന ആ കലാം എന്താവുകയില്ല, ശരിയാവുകയില്ല. എങ്ങനെ? ബിദൂനി തഖ്ദീർ മുആഖദത്തി, മുആഖദത്തി എന്നതിനെയോ അവലമാനി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിനെയോ മുആഖദത്തിനെ പിടിച്ച് ശിക്ഷിക്കുക എന്നാണ്. ഔനഅമിദാലിക അല്ലെങ്കിൽ അതുപോലത്തത് സങ്കല്പിക്കണം. അങ്ങനത്തെ ഒരു സങ്കല്പമില്ലാതെ വെറും ആ കലാം ശരിയാവുകയില്ല. ഖത്ഉം നിസ്യാനും സംഭവിക്കുന്നുമുണ്ടല്ലോ. അങ്ങനെ വന്നപ്പോൾ ഉമൂമില്ല എന്ന് പറയും. ഉമൂമില്ല എന്ന അഭിപ്രായ പ്രകാരം ഖദ്ദർന നമ്മൾ സങ്കല്പിച്ചു കൊടുക്കുന്നു അൽ മുആഖദത, മുആഖദത്ത് എന്ന് സങ്കല്പിച്ചു കൊടുക്കും. എന്ത് കാരണം കൊണ്ട്? ലിഫഹ്മിഹിമ ലിഫഹ്മിക ഉർഫം മിൻ മിസ്ലിഹി, ഈ കലാമൊക്കെ ഉണ്ടല്ലോ, ഈ കലാമിനുമൊക്കെ തെറുക്കീബാക്കിയിട്ട് യോജിപ്പിച്ചു കൊണ്ടുവരുന്ന രീതിയുണ്ട്. അപ്പൊ ഇത്തരം തെറുക്കീബ് പോലെയുള്ളതിൽ നിന്ന് ഓരോത്തത് സാധാരണഗതിയിൽ മുആഖദത്ത് എന്താണോ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുആഖദത്തിനെ നമ്മൾ സങ്കല്പിച്ചത്. ഒക്കെയില പറയപ്പെടുന്നു യുഖദ്ദറു സങ്കല്പിക്കപ്പെടും, ജമീഉഹാദ് മുഴുവത്തിനും സങ്കല്പിക്കപ്പെടും. അപ്പൊ പിന്നെ എന്താകും? അത് മുഴുവത്തിൽ സങ്കല്പിക്കപ്പെടും എന്ന് കീല. അപ്പൊ ഉമൂമുണ്ട് എന്ന് പറയും. നമ്മൾ മുഖത്തോളം ഉമൂമില്ല ഉണ്ട് എന്ന് തർക്കമുണ്ട്. ഇവൽ അത്തിഫി അൽ ആമി, ആമിന്റെ മേൽ അത്തിഫ് ചെയ്തതും എന്നല്ല ആമാകൂല. മഅതൂഫിൽ ആമില്ല, ആമിന്റെ മേൽ അത്തിഫ് ചെയ്തുകൊണ്ട് മഅതൂഫിൽ ആം ഉണ്ടാവുകയില്ല. ഫഇന്നഹു നിശ്ചയമായിട്ടും അത്തിഫിൽ ലാ യഖ്തദി അൽ ഉമൂമ ബിൽ മഅതൂഫി, അത്തഫിന്റെ അറബ് അവിടെ ഉണ്ടായത് കൊണ്ട് അത്തഫ് ചെയ്യുമ്പോൾ മഅതൂഫായ ഇസ്മിൽ അതിന്റെ ഉമൂമ് തേടും എന്നുള്ളതുണ്ടോ? ഇല്ല. വഖീല അവിടെ ഖീലയുണ്ട് യഖ്തദീഹി, ഉമൂമിനെ തേടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ലി വുജൂബ് മുശാറകത്തിൽ മഅതൂഫിൽ മഅതൂഫ് അലൈഹി ഫിൽ ഹുക്മി വസിഫതിഹി, മഅതൂഫ് അലൈഹിയോട് കൂറായി വരാൻ നിർബന്ധമായി വന്നു വിധിയിലും രൂപത്തിലും എന്നതാണ്. ഖീല അതിന് പറഞ്ഞ ന്യായം. കുല്ല നമ്മൾ പറയുന്നു ഫി സിഫത്തി, സിഫത്തിലും എന്ന് കൂറായല്ലോ എന്ന് പറഞ്ഞ വാക്കിന് സിഫത്ത് എടുക്കാം. ആ സിഫത്തിൽ മംനൂ, അത് മംനൂ ആണ്, അത് നടക്കൂല എന്നേ പറയാനുള്ളൂ. മിസാലു ഈ പറഞ്ഞതിന്റെ ഉദാഹരണം ഹദീസ് അബീ ദാവൂദ് വഗൈരിഹി, അബൂദാവൂദിന്റെയും അല്ലാത്തവരുടെ ഹദീസാണ് ഈ പറഞ്ഞതിന്റെ ഉദാഹരണം. ലാ യുഖ്തലു മുസ്ലിമുൻ ബി കാഫിരിൻ വലാ ദു അഹദിൻ ബി അഹദിഹി, ഒരു കാഫിറിന് പകരം മുസ്ലിമിനെ കൊല്ലപ്പെടുകയില്ല. വലാ ദു അഹദിൻ ഉടമ്പടിയുമായി ഉടയതായ ഒരാളുണ്ടെങ്കിൽ ആ ഉടമ്പടി ഉടയ ആളുടെയും വധിക്കപ്പെടുകയില്ല. ഈ ആയത് അവന്റെ കാലത്തിലായ നിലയിൽ. അപ്പൊ അവന്റെ അഹദിന്റെ ആ സന്ദർഭത്തിൽ അവനെയും അതുപോലെ മുസ്ലിമിനെയും കാഫിർമാരും കൊല്ലപ്പെടൂലെന്ന് ഹദീസ്. ഇവിടെ ഖീല പറയപ്പെട്ടിട്ടുണ്ട്. യഅനി മുസന്നിഫ് നബി തങ്ങളോട് ഉദ്ദേശിക്കുന്നത് ബി കാഫിരിൻ എന്നവിടെ ഉണ്ട്. അപ്പോൾ അഹദിൻ ബി അഹദി എന്ന് പറയുമ്പോൾ
കാഫിറിന് പകരം ദു അഹദിനെ കൊല്ലപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ കാഫിർ എന്നാണ് ഉണ്ടാകുമ്പോൾ വഹുസ്സമിൻഹു അതിൽ നിന്ന് തഖ്സീസാക്കപ്പെടുകയാണ്. കാഫിറിന് പകരം കൊല്ലപ്പെടൂല. വൈരിൽ അറബി അറബി അല്ലാത്ത കാഫിർ എന്ന് പറഞ്ഞിട്ട് അറബി അല്ലാത്ത ബിൽ ഇജ്മാഇ ഇജ്മാ പ്രകാരം അറബി അല്ലാത്ത കാഫിർ. അപ്പോ ദിമ്മിയായ കാഫിർ അഹദുള്ള കാഫിർ ഇവിടെ കൊല്ലപ്പെടുകയില്ല. ആ കാഫിറിന് പകരം മുസ്ലിമിന് കൊല്ലപ്പെടുകയില്ല, ഇത് അതിന് കൊല്ലപ്പെടുകയില്ല. അപ്പൊ അവിടെ ഈ ഹദീസ് വെച്ചിട്ട് പറയാനുള്ളത് അവിടെ എന്തുണ്ട്? ഖാസ് ഉണ്ട്, അല്ല ആമുണ്ട്. ആമ് ഉണ്ടായത് കൊണ്ടാണ് കാഫിറിനെ സങ്കല്പിച്ചു കൊടുത്തത്. ആ ആമായ കാഫിറിന് തഖ്സീസാക്കി പറഞ്ഞു വൈറൽ അറബി അറബി അല്ലാത്ത. ഈ അറബി അല്ലാത്ത എന്ന് പറയും തഖ്സീസ് ബിൽ ഇജ്മാഇ ഇജ്മാ പ്രകാരം. അപ്പൊ അറബി അല്ലാത്ത കാഫിർ, അപ്പൊ അറബിയായ കാഫിർ ആകുമ്പോ എന്തായാലും കൊല്ലപ്പെടും. അറബി അല്ലാത്ത കാഫിറുകൾ കൊല്ല. നമുക്കവിടെ പറയാനുള്ളത് ഇവിടെ ആമാക്കിയിട്ടാ പറഞ്ഞത്. ഇനി ആമില്ലാതെ നമ്മൾ പറയുന്നത് ലാഹാജത്തില്ലാതാലിക്ക ഇങ്ങനത്തെ ഒരു തഖ്സീസിലേക്ക് ആവശ്യമില്ല. ബൽ യുഖദ്ദറു ബി അറബി ഇവിടെ അറബി എന്ന് സങ്കല്പിച്ചു കൊടുത്താൽ പോരെ. എന്തിനാ കാഫിർ ആമാക്കിയിട്ട് പിന്നെ അതിന് ഖാസാക്കിയിട്ട് പിന്നെ അറബി എന്ന് പറയും. അപ്പൊ ഇവിടെ സിഫത്താ. അപ്പൊ ഈ സിഫത്തിൽ കൂറാവലും എന്ന് പറയുന്നിടത്ത് അത് മബ്തു ആണ്. ഈ ഹദീസ് കൊണ്ട് മനസ്സിലായല്ലോ എന്ന് പറയാനുള്ളത്. കാനയില്ലാതെ ഒരു കർമ്മം സ്ഥിരപ്പെടുത്തുന്നതായ കർമ്മം ഉണ്ടെങ്കിൽ ആ കർമ്മവും എന്താവുകയില്ല, ഭൂമിനത്തോടുകയില്ല. ഒരാൾ കാന യജ്മി സഫർ എന്ന് പോലോത്തത് അത് മിമ്പുത്തറണ കാന എന്നതിനോട് അന്വരിച്ചു വരുന്നു. ഇങ്ങനെ അന്വരിച്ചു വരുന്ന ഒന്നിൽ നിന്നും ആ ഒന്നിനാലാണ് രഹു പറയുന്നത്. അപ്പൊ രഹു കാല യജ്മി സഫരീനാണ്. നിമിതങ്ങൾ യാത്ര ജമ്മാക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെയും എന്തില്ല, ഒരു മുസ്ലിത്തായ പ്രവൃത്തിയാണ് കാരയില്ല. എന്നാ കാരയ ജോബിസഫരീനുള്ള മുലാരിയായ പേരിൽ കാര്യം വന്നു. അവിടെ എന്തുണ്ട് പോലോത്തതൊക്കെ എന്നല്ല ഒഴിവുകയില്ല. ഫലായ അക്സാമുഹു. അപ്പൊ അതിന്റെ കിസ്മുകൾ ഏതൊക്കെ ഉണ്ടോ അതൊന്നും താമീമാക്കുകയില്ല, ഉൾപ്പെടുത്തുകയുമില്ല. മുസ്ബിത്തായ ഫീന്റെ താമീം ഏതൊക്കെയുണ്ടോ അതൊന്നും ഉൾപ്പെടുത്തുകയില്ല. കൈല പറയപ്പെടുന്നുണ്ട് അമ്മുക ആ അക്സാമിനൊക്കെ അത് ഉൾപ്പെടുത്തും. മിസാൽ അവലി ഒന്നാമത്തതിന്റെ ഉദാഹരണം മുസ്ബിത്തായ ഫീന്റെ ഉദാഹരണമാണ്. അന്നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാദാഖിൽ കഅബത്തി, കഅബയുടെ ഉള്ളിൽ കയറി വിധങ്ങൾ നിസ്കരിച്ചു എന്നപ്പോ ഈ പറഞ്ഞ ഹദീസ്. അത് ബിലാൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ്. ഈ ഹദീസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? അശൈഖാനി ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ കാരയില്ല. ഇനി രണ്ടാമത്തത് കാര ഇട്ടിട്ടാണ്. ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്മു ബൈന സ്വലാത്തൈനി ബിസ്സഫർന, യാത്രയിൽ നബി തങ്ങൾ രണ്ട് നിസ്കാരങ്ങൾക്ക് ഇടയിൽ ജമ്മാക്കുമായിരുന്നു എന്നതാണ്. റവാഹുൽ ബുഖാരി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ബുഖാരി ഇമാമാണ്. അപ്പൊ ഈ രണ്ട് ഹദീസും വെച്ച് നോക്കുമ്പോൾ അവിടെ അനുഭവമില്ല. അപ്പോ ഫലാ യഅമുൽ അവ്വലു, നബിതങ്ങൾ കഅബക്കുള്ളിൽ കയറി നിസ്കരിച്ചൂന്നേ ഉള്ളൂ. അതാണ് ഒന്ന്. അത് ആമാക്കുന്നില്ല അൽ ഫറള വന്നഫില. നബിതങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച ഫറളാണോ സുന്നത്താണോ എന്ന് ആമാക്കുന്നില്ല. എന്താണ് നബിതങ്ങൾ നിസ്കരിച്ചത് അതെന്നെയാണ് ഉള്ളൂ. വരസാരിയ രണ്ടാമത്തേനും അത് ആമാക്കൂല. എന്താക്കൂല? ജമാഅത്ത് ദീവി തഖീർ, മുന്നിച്ച് ജമ്മാക്കുക പിന്നിച്ച് ജമ്മാക്കുക എന്നുള്ള സംഗതി ഇവിടെ എന്താക്കൂല, ഉൾപ്പെടുത്തുന്നില്ല. കാന യജ്മി സഫർ, നബിതങ്ങൾ ജമ്മാക്കും അത് മുന്നിച്ചിട്ടാണോ പിന്നിച്ചിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആമ ഉൾപ്പെടുത്തുന്നുമില്ല. കാരണം ഇത് ലാ യഷ്ഹദു അല്ലഫ്ളു, ലഫ്ള് തെളിവാക്കപ്പെടണം. ലാ യഷ്ഹദു ലഫ്ളു,
ലഫ്ദിനെ ഷാഹിദാക്കപ്പെടാൻ പറ്റൂല, ലക്ഷ്യമാക്കപ്പെടാൻ പറ്റൂല. ഈ അക്സർ ബിസ്സലാത്തി വാഹിദത്തിൻ ഒരു ജമ്പ് അല്ലെങ്കിൽ ഒരു നിസ്കാരം എന്നതിൽ കൂടുതലാവുക എന്നതുകൊണ്ട് ലഫ്ദ് ദൈവാക്കപ്പെടാൻ പറ്റുകയില്ല. ഇവിടെ നിമിത്തങ്ങൾ എന്താകുമായിരുന്നു? യാത്രയിൽ നിമിത്തങ്ങൾ ജമ്പാക്കുമായിരുന്നതേ ഉള്ളൂ. മറ്റേ കാന കൂടാതെ മുസ്ബത്തായ ഒരു പ്രവൃത്തിയും. എന്നാൽ ലഫ്ദുണ്ടായത് കൊണ്ട് തെളിവാക്കപ്പെടാൻ പറ്റൂല. സലാത്തിൽ വായിദാൻ ഒറ്റ നിസ്കാരം വറളവനഫരൻ സുന്നത്തും വറളായിട്ട് അവശേഷിക്കുന്നത് മുഹാലാണ്. ഒന്നിരിക്കൽ വറള് അല്ലെങ്കിൽ സുന്നത്ത് ഇങ്ങനെ വരിക. ജമ്പിൽ വായുവിൽ വക്കത്തേരി രണ്ട് സമയത്തുള്ള ജമ്പ തിരസ്കരിക്കുക എന്നുള്ളത് ഒക്കെയില പറയപ്പെടുന്നു. രണ്ട് വക്കത്തിൽ ഒരു ജമ്പ് തന്നെ രണ്ട് ടൈമിലാവുക എന്നുള്ളതും മുഹാലാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അവിടെ ഒക്കെയില പറയപ്പെടുന്നുണ്ട് അമ്മാരി ഒന്നും രണ്ടും പറഞ്ഞത് അഹമ്മാക്കും. ബാവിക്കിറ ഇവിടെ പറയപ്പെട്ടതിനെ ഹുക്കുമൻ എന്താക്കും? അഹമ്മാക്കും. കാരണം എന്തുകൊണ്ട്? ജമ്പ് നിസ്കാരം എന്നീ ഇവ രണ്ടിന്റെയും രണ്ട് ഓഹയുണ്ട്. ആ രണ്ട് ഓഹയിൽ എല്ലാം കൊണ്ടും ഇത് സാദിഖായില്ലേ, അതുകൊണ്ടാണ്. മുലാരിയുടെ കൂടെ കാന കൊടുക്കാറുണ്ട്. ആ കാന ഉപയോഗിക്കുക തെക്റാറിന് മാത്രമായിരിക്കും. അതിന്റെ ഉദാഹരണം ഗവാമി ഖൗലിഹി തആല അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖിസ്സത്തി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹ് പറയുകയുണ്ടായി, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, നിസ്കാരം സകാത്ത് എന്നീ കാര്യങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ വീടന്മാരോട് കൽപ്പിക്കുമായിരുന്നു എന്നൊരു ഹദീസ് കാണാം. ചരിത്രത്തിൽ അത് കാണാൻ കഴിയും. ഹാത്തമുത്വ എന്ന് പറയുന്ന ആൾ ഒരു വിരുന്നുകാരൻ എന്നാൽ അവരെ സൽക്കരിക്കുന്ന ആളായിരുന്നു. ഉറുഫാനെ നടന്നു പോയിട്ടുമുണ്ട്. ഇല്ലത്തുമായി ബന്ധിപ്പിക്കപ്പെട്ടു, അതും എന്താക്കുകയില്ല, ഉണ്ടാക്കൂല. ഇല്ലത്ത് എവിടെയാണോ എത്തിക്കപ്പെട്ടതെങ്കിൽ ആ എത്തിക്കപ്പെട്ടതിന്റെ മഹല്ല് ആ എല്ലാ മഹല്ലും ഉൾപ്പെടുത്തുകയില്ല എന്നാണ്. ലഫ്ളാൽ ഉൾപ്പെടുത്തുകയില്ല. ലാക്കിനെങ്കിൽ യഅ്മുഹു അത് ഉൾപ്പെടുത്തുന്നത് ഖിയാസം നിലക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഖീല പറയപ്പെട്ടിട്ടുണ്ട് യഅ്മുഹു ലഫ്ളൻ, അത് ലഫ്ളുമായി മാത്രം ബന്ധപ്പെട്ടാൽ മതിയാവും. മിസാലുഹു അതിന്റെ ഉദാഹരണം അയഖൂല ശാരിഉ ശാരി പറയുകയാണ് ഹറബ്തുൽ ഖംറ ലിസ്കാരിഹാ, കള്ളിനെ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അത് മസ്താക്കുക എന്ന കാരണം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മടമലായ അമ്പ് കൊല്ലു മുസ്കിൻ ലഫ്ലാൽ എല്ലാ മുസ്കിനും ആമ്പാവുകയില്ല. ഖീല പറയപ്പെട്ടിട്ടുണ്ട് അമ്പു അത് ആമ്പാവും ഇല്ലത്ത്, അവിടെ ഇല്ലത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഫകാങ്കാരത്തിൽ മുസ്കിറും. അപ്പോ അവൻ പറഞ്ഞു ഏതുപോലെയായി ഒരു ഹറബ്തുൽ മുസ്കിറ ലഹരി പിടിപ്പിക്കുക ഞാൻ നിഷിദ്ധമാക്കിയത് പറഞ്ഞതുപോലെയായി. എന്നാൽ ഈ പറയപ്പെട്ട മുഖത്തവിയും അതുമായി അത്തവ് ചെയ്യപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആർക്കെതിരുണ്ട്? ഖിലാഫല്ലി ജാഇബി ദാലിക, മുഖത്തവിയിലും അതിന്റെ ശേഷം പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവത്തിലും ആ ബാധവും അറിയാത്ത കമാ തക്കദ്ദവമ്പ് പറഞ്ഞതുപോലെ അതിലൊക്കെ ഉഴവുമുണ്ട്. ആ ഉഴവുവിന് സൂക്ഷിക്കുകയാണ്. വൽ അസഖു, അസഖായ അഭിപ്രായം അന്ന തർക്കൽ ഇസ്തിഫ്സാലി ബി ഹികായത്തുൽ ഹാലി, അപ്പോൾ എന്താ പറയുന്നത്? അസഖ പ്രകാരം അന്ന തർക്കൽ ഇസ്തിഫ്സാലി വിശദീകരണത്തെ തേടലെ ഉപേക്ഷിക്കുക എന്നുള്ളത്
ഫീകായത്തിൽ ഹാൽ അവസ്ഥകൾ ഇക്കാര്യം ചെയ്യുമ്പോൾ അവ യുനസ്സിലു മൻസിലത്തുൽ ഉമൂം ഉമൂമിന്റെ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇറക്കപ്പെടും. ഞാൻ പോയിക്കൊണ്ട് അപ്പൊ ഇവിടെ അവസ്ഥയെ ഉദ്ധരിക്കുകയാണ്. ഈ അവസ്ഥയെ ഉദ്ധരിക്കുമ്പോൾ അത് പറച്ചിലാവാം വഴിയലാവാം. അതിൽ വിശദീകരണം ഒന്നും ചോദിക്കാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു ആമിന്റെ മനസ്സിൽ എന്താണോ അതേ സ്ഥാനത്ത് അതിനിറക്കപ്പെടും. ഫിൽ മഖാലി ഖൗലുകളിൽ കമാബി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ വയലാന ബിൻ സലമ തഖബിയി വഖദ് അസ്ലമ അലാ അശരിൻ മിൻ നവയാത്തിൻ അംസിക് അർബഉ ഫിറാഖൻ സായിറഹുന്ന എന്ന്. ഇവിടെ നബി തങ്ങളുടെ വാക്ക് ആരോടാണ്? വയലാൻ ബിൻ സലമ എന്ന് പറയുന്ന ആളോടാണ്. സഖബി ഗോത്രക്കാരൻ. അദ്ദേഹം 10 സ്ത്രീകളുമായി നിലവിലുണ്ടായിരിക്കെ വിവാഹം ചെയ്ത് 10 സ്ത്രീ ഒപ്പുണ്ട്, മുസ്ലിമായ ആളാണ്. അങ്ങനെ വന്നപ്പോൾ നബിന്റെ മുന്നിൽ വന്നപ്പോൾ നബി വിശദീകരിച്ചൊന്നുമില്ല. നബി കൊടുത്ത മറുപടി അംസിക്ക് ഫാരിഖ് സായിറഹുന്ന, 4 ആളെ നിങ്ങൾ പിടിക്കണം, ബാക്കി 4 ആളുകളുമായി നിങ്ങൾ വിട്ടുപിരിയണം എന്നാണ്. ഷാഫി ഇവരും ഷാഫി ഇമാമും അല്ലാത്തവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്സിൽ ഹൽ തസവ്വജഹുന്ന ബഅന്നഹു മുറത്തബ എന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. ഫലൗലാ അന്നൽ ഹുക്മ യഅമുൽ ഹാലൈനി ലമാ അത്ലഖൽ കലാമു ലിൻതിഹാഇ തലാഖി ഫീ മൗദിഇ തഫ്സീൽ മുഹ്താജ് ഇലൈഹി. അപ്പൊ ഇവിടെ പറയാനുള്ളത് എന്താണ്? നബി തങ്ങൾ അവിടെ ചോദിച്ചതേ ഇല്ല. ഒപ്പമാണോ ക്രമപ്രകാരമാണോ ആ ഭാര്യമാരെ കല്യാണം കഴിച്ച് ചോദിച്ചിട്ടേ ഇല്ല. നബി അങ്ങനെ പറഞ്ഞു കൊടുത്തത് എന്താണ്? 4 ആൾക്കാരെ പിടിച്ചിരുത്താനാണ്, ബാക്കിയൊക്കെ ഒഴിവാക്കണമെന്നാ. ഫലൗലാ അന്നൽ ഹുക്മ യഉമ്മുൽ ഹാലൈനി, 2 അവസ്ഥയെയും ഉൾപ്പെടുത്തുന്ന ഹുക്മ ഇല്ലായിരുന്നുവെങ്കിൽ ലമാ അത്ലഖൽ കലാമ, കലാമിനെ ഇവിടെ മുസന്നിഫ് കൊണ്ടുവരുമായിരുന്നില്ല. ലിംതിനായിൽ ഇത്ലാഖ് മുംതനി ആയതുകൊണ്ട് ഫീ മൗദിഇ തഫ്സീൽ മുഹ്താജ് ഇലൈഹി, തഫ്സീലേക്ക് ആവശ്യമാക്കപ്പെട്ടതായിരിക്കുന്ന തഫ്സീൽ ഇവിടെ എന്തുണ്ട്? സ്ഥലത്തുണ്ട്. അതിൽ എന്താണ്? ഇത്ലാഖ് എന്ന് പറയൽ മുംതനി ആണ്. വക്കീല പറയപ്പെടുന്നു ലാ യുനസ്സലു മൻസിലത്തുൽ ഉമൂമിന്റെ സ്ഥാനത്ത് അതിനെ ഇറക്കപ്പെടുകയില്ല. ബൽ യകൂനു ബിൽ കലാം മുസ്ബർ വസയതി തഅവീൽ റബിയം സിഗ്ബ ഇബ്തദിയ അംസിക് ഇബ്തദിനിക റബാനിസ് അർബഇൻ മിൻകുന്ന, അവകൾ 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കൽ കൊണ്ട് നീ എന്തായിക്കോ തുടങ്ങിക്കോ. ഫസ്തമിർ അലൽ അർബഇൽ ഉവൽ, ഈ ക്രമത്തിൽ ആദ്യത്തെ 4 ആൾക്കാരെ മേലിൽ നിലകൃതിയാവുക, കൂടെയാവുക എന്ന വിഷയത്തിൽ നിന്ന് അവകൾ 4 ആളെ വിവാഹം ചെയ്യലിന് തുടങ്ങും ചെയ്യുക. ഇങ്ങനൊരു വ്യാഖ്യാനം ഉണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് ശേഷം വരുന്നുമുണ്ട്. വൽ അസഖു, അസഖായ അഭിപ്രായം അന്ന നഹവ യാ അയ്യുഹൻ നബിയു തഖില്ലാ വയഅ്വീഹൽ മുസമ്മിലു ഖുമിൽ ലൈൽ എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതിന് നിരൂപണം പറയുകയും ചെയ്യാം ഉണ്ടെങ്കിൽ.